ഇപ്പൊക്കെ അടുപ്പത്താട്ടോ ചെയ്യാറ്. നമ്മളെ ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്ത് ഗ്യാസ് തീർന്നിട്ടൊന്നുമില്ല, പക്ഷെ അത് കഴിയുമോയെന്നൊരു പേടി. എല്ലാവരും എന്നോട് ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഈ അടുപ്പൊക്കെ കത്തിക്കാറുണ്ടോ എന്നൊക്കെ. ഒരുപാട് പേര് ചോദിക്കൂട്ടോ എൻ്റെ അടുത്ത് അടുപ്പ് കത്തിക്കോ എന്നൊക്കെ. അപ്പോൾ ഞാൻ കത്തിക്കാറുണ്ട് എന്നൊക്കെ പറയാം. അവർക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു ഞാൻ അടുപ്പ് കത്തിക്കുമെന്ന് പറയുമ്പോൾ. ഇപ്പം എല്ലാവരും അടുപ്പ് കത്തിക്കേണ്ട അവസ്ഥ ആയില്ലേ. അതുകൊണ്ട് പറയണല്ല, എനിക്കും ഗ്യാസ്മ തന്നെ ചെയ്യാൻ തന്നെയാണ് കേട്ടോ ഇഷ്ടം. ഞാനും അടുപ്പ് കത്തിക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ നമ്മളിപ്പോൾ ഒരുപാട് പേരുള്ള ഒരു ഫാമിലിയിൽ ഫുള്ള് ഗ്യാസ് കത്തിക്കുക എന്നുള്ളത് പോസിബിൾ അല്ലാത്തത് കൊണ്ട്, പണിയും തീരാത്തത് കൊണ്ട് ചോറൊന്നും ഇപ്പോൾ നമുക്ക് ഗ്യാസ്മ വെക്കാൻ പറ്റില്ലല്ലോ. കൂടുതലും ഞാൻ ചോറ് മാത്രമേ ഗ്യാസ്മ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്നൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു എല്ലാവരും ഈ അടുപ്പൊക്കെ കത്തിക്കുമോ. ഇപ്പം അവർ പോലും ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് ബുക്ക് ചെയ്തിട്ട് കിട്ടാത്ത കാരണം അടുപ്പൊക്കെ കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വേഗം ശരിയാവട്ടെ. ബുദ്ധിമുട്ടാണ് അടുപ്പ് കത്തിക്കുമ്പം. ഫുള്ള് പണിയും അധികം പണികളും നമ്മൾ അടുപ്പത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ചെറിയ ചെറിയ പണികൾ നമുക്ക് ബുദ്ധിമുട്ടാണ് അടുപ്പത്ത് ചെയ്യുക. ചായ തിളപ്പിക്കുക, ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. അപ്പം അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ കൂടുതൽ അടുപ്പ് കത്തിക്കുന്നത്. ഗ്യാസ് തീരണ്ടാന്ന് കരുതിയിട്ട്. എത്രയും പെട്ടെന്ന് ശരിയാവുമെന്ന് വിചാരിക്കാം. എന്താണ് മാങ്ങ പൊടിച്ചോണ്ടെന്നാ ഇവിടെ അല്ലേ മോനെ അച്ചാറിട്ടത് ഉപ്പിലിട്ടൊക്കെ ഇഷ്ടം പോലെ നിക്കണേ. മറ്റാള് വരുന്നുണ്ടല്ലോ. എന്താ അമിതോ? താങ്ക് യു. എന്തിനാണ് താങ്ക് യു? കണ്ട ആദ്യമേ നമുക്ക് പോവാൻ ലേറ്റ് ആവേ. വലിച്ചെറിയരുത്. പപ്പല്ല അന്റെ പപ്പ. ഇത് ഉമ്മാന്റെ പപ്പല്ലടാ, ഇത് ഉമ്മാന്റെ പ്രിയാപ്പള. അതാ എന്റെ പപ്പ. പച്ചിന്റെ പച്ചിയാണ് കേട്ടാ.